നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അധിപനായ സൂര്യനാരായണനും സർവ്വവിഘ്നഹരനായ ഭഗവാൻ ഗണപതിക്കും നവഗ്രഹേശ്വരന്മാർക്കും എൻ്റെ പ്രണാമം. നാളെ 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ചയാണ്. കൊല്ലവർഷം 1202 പുണ്യാരംഭമാണ് നാളെ കുറിക്കുന്നത്. മലയാളികളുടെ സ്വന്തം പുതുവർഷം ചിങ്ങമാസം 1-ാം തീയതി. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ നക്ഷത്രഘടനയെക്കുറിച്ച് പ്രമാണ ഗ്രന്ഥങ്ങളെ സാക്ഷി നിർത്തി പഞ്ചാംഗ ശുദ്ധിയോടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നാളെ 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ചയാണ്. പുലർച്ചെ ഒരു 3:50 വരെ ആയിരിക്കും അത്തം നക്ഷത്രം. അതിനുശേഷം പുലർച്ചെ 3:51 മുതൽ ചിത്തിര നക്ഷത്രം ആരംഭമാകും. അപ്പോൾ നാളെ തിങ്കളാഴ്ച ദിവസമാണ്. നാളെ നേരം പുലരുമ്പോൾ ആകാശത്ത് ചിത്തിര നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കും നമ്മളുള്ളത്. അതിനാൽ നാളത്തെ ദിവസത്തെ നയിക്കുന്നത് ചൊവ്വയുടെ ആധിപത്യമുള്ള വിശ്വകർമാവ് ദേവതയായ ചിത്തിര നക്ഷത്രമായിരിക്കും. അപ്പോൾ സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ഒരു സംക്രാന്തി ദിനം മുതൽ വരുന്ന അടുത്ത ഒരു വർഷക്കാലം പ്രപഞ്ചത്തിലും നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നതാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായ കാര്യം. അപ്പോൾ നാളെ രാവിലെ 7:58 സൂര്യഭഗവാൻ കർക്കിടക രാശി വിട്ട് ചിങ്ങം രാശിയിലേക്ക് സംക്രമണം നടത്തും. അപ്പോൾ ഭഗവാൻ സൂര്യൻ സ്വന്തം രാശിയിൽ എത്തുന്നതോടെ പ്രപഞ്ചത്തിന് ഒരു സ്വക്ഷേത്ര ബലം കൈവരുന്നു എന്നതാണ് ജ്യോതിഷപരമായിട്ട് പറയാൻ സാധിക്കുന്നത്. വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകം പരശുരാമ പദ്ധതി അനുസരിച്ചുള്ള കേരളീയ ജ്യോതിഷ തത്വങ്ങൾ പ്രകാരം നോക്കുമ്പോൾ ഗ്രഹവിന്യാസം അതീവ സവിശേഷതയുള്ളതാണ്. അപ്പോൾ ചിങ്ങം രാശിയിൽ സൂര്യൻ സ്വക്ഷേത്ര ബലത്തോടെ സഞ്ചരിക്കുന്നുണ്ട്. ഇനി വ്യാഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദേവഗുരുവാണ് വ്യാഴം. ഉച്ചസ്ഥിതിയിൽ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലൂടെ ആയിരിക്കും സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ ഇത് നിമിത്തം നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു ധർമ്മബോധം ഉണ്ടാകാനും ആത്മീയമായി ഒരു ഉണർവ് വന്നു ചേരുന്നതിനും അത് വളരെയേറെ സഹായിക്കും. ഇനി കർമ്മഫലങ്ങൾ നൽകുന്ന കർമ്മഫലദാതാവായ ഭഗവാൻ ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ വക്രഗതിയായിട്ടായിരിക്കും സഞ്ചാരം തുടരുന്നത്. ഇനി ഊർജത്തിൻ്റെ കാരകനായ ചൊവ്വ മിഥുനരാശിയിൽ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലൂടെ ആയിരിക്കും സഞ്ചാരം നടത്തുന്നത്. ഇനി നമ്മൾ നിഴൽ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന രാഹു കേതുക്കൾ കുംഭം രാശിയിലാണ് രാഹു. കേതു ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഗ്രഹഭാവങ്ങളിൽ ഗ്രഹങ്ങളുടെ ഒരു വർഷത്തെ സ്ഥിതി 12 രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യൻ 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലെ സഞ്ചാരം കൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത്. ഉത്തരവാദിത്വങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മ മേഖലയിലും ഉത്തരവാദിത്വപ്പെട്ട ജോലികൾ വന്നു ചേരാനും ഒന്ന് അപ്ഗ്രേഡ് ആകാനും അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പറയാം. അതേപോലെ ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന ആളുകളാണെങ്കിലും ഒരു ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഉത്തരവാദിത്തം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സാമ്പത്തികമായിട്ടും വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ നാളെ മുതൽ പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ വന്നു ചേരും. എന്നാൽ ഇവിടെ ശനിയുടെ 12-ാം ഭാവത്തിലെ ആ ഒരു നിൽപ്പ് അല്പം ആരോഗ്യ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ യാത്രകളിൽ അല്പം ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ സംജാതമാക്കും. അപ്പോൾ അനാവശ്യ തർക്കങ്ങളിലൊന്നും ചെന്നുപെടാതെ ഈ ഒരു വർഷക്കാലം ഇരിക്കുക എന്നതും മെയിനായിട്ട് പറയാനുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ വളരെയേറെ ഭാഗ്യസമയമാണെങ്കിൽ പോലും ചെറിയ ചില അശ്രദ്ധ ബുദ്ധിമുട്ടുകളിലേക്ക് എത്താതിരിക്കാനായിട്ട് അനാവശ്യ തർക്കങ്ങളിലോ വഴക്കുകളിലോ ഒന്നും നാളെ മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലം ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാർത്തിക രോഹിണി മകയിരം ഇടവം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാലും ചിങ്ങം 1 അതായത് നാളെ മുതൽ മാറ്റങ്ങളുടെയും സ്ഥിരതയുടെയും കാലമാണ്. ജോലിയിൽ തന്നെ ഒരു സ്ഥിരതയുണ്ടാകും. ചിന്തകളിൽ പോലും ഒരു സ്ഥിരത നിലനിൽക്കുന്നതാണ്. സൂര്യൻ 4-ാം ഭാവത്തിലെത്തുന്നു. വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ വളരെ അനുകൂലമായ സ്ഥിതിയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഭൂമി, വാഹനം, വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ നാളെ മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലം അതൊക്കെ സാധ്യമാകും. തൊഴിൽ രംഗത്ത് വലിയ ഒരു പുരോഗതി തന്നെയാണ് ദൃശ്യമാകുന്നത്. സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും പുതിയ നിക്ഷേപങ്ങളിലൂടെ ലാഭമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും നാളെ മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലം ഉത്തമമാണ്. കുടുംബത്തിലും ഐശ്വര്യവും മനസ്സമാധാനവും വന്നു ചേരുന്ന സമയമാണ് തുടങ്ങുന്നത്. മകയിരം തിരുവാതിര പുണർതം മിഥുനം രാശി
ഈ കൊല്ലവർഷം നോക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ മഹാഭാഗ്യം തേടിയെത്തുന്ന രാശി ഏതാണെന്ന് ചോദിച്ചാൽ മിഥുനം രാശിയെ തന്നെയായിരിക്കും പറയേണ്ടി വരുന്നത്. കാരണം സൂര്യൻ നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ചൊവ്വ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ തന്നെ അതിശയകരമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമെന്നാണ്. ഇതുവരെ ഇല്ലാതിരുന്നതും അതുതന്നെയാണ്. ആത്മവിശ്വാസക്കുറവിനാൽ പല പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആത്മവിശ്വാസം കൈവരുന്നതോടുകൂടി പൂർണ്ണ വിജയം നിങ്ങളിൽ സുനിശ്ചിതമാണ്. കാരണം കഴിവൊക്കെ ഉണ്ട്, പക്ഷേ ചിലപ്പോൾ ഒരു ധൈര്യക്കുറവുള്ളതിനാലാണ് പല കാര്യങ്ങളും മിസ്സായി പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറും. തടസ്സപ്പെട്ട് കിടന്ന ധനം പലിശ സഹിതം കൈകളിലൊക്കെ വന്നു ചേരുന്നതാണ്. ശത്രുക്കളെ പൂർണ്ണമായി തകർക്കാനായിട്ട് അല്ലെങ്കിൽ ശത്രുക്കളുടെ മേൽ പൂർണ്ണ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ അനുകൂലമായി കാര്യങ്ങൾ വന്നു ചേരും. വിസയൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി വിസ ലഭിക്കാനും ദാമ്പത്യ ജീവിതം അതീവ മധുരതരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ മുതൽ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സാധ്യമാകും. പുണർദം, പൂയം, ആയില്യം കർക്കിടകൻ രാശിയാണ്. ദേവഗുരുവായ വ്യാഴം സ്വന്തം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് പറയുമ്പോൾ ദൈവാനുകൂല്യം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വർഷമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് വരുന്ന ഒരു വർഷമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും സംസാര കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും മക്കളുടെ വിവാഹം, അതേപോലെ നിശ്ചയം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സന്തോഷ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയൊരു പുരോഗതി ഈ ഒരു സമയത്ത് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. പുതിയ വീട് വെക്കാനോ വസ്തു വാങ്ങാനോ ഒക്കെ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ അനുകൂലമായ ഒരു വർഷക്കാലമാണ് നാളെ മുതൽ ആരംഭം കുറിക്കുന്നത്. മകം, പൂരം, ഉത്രം ചിങ്ങം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയാധിപനായ സൂര്യൻ സ്വന്തം രാശിയിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ഇത് വ്യക്തിത്വ വികാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയേണ്ടത്. സമൂഹത്തിലാണെങ്കിലും ബഹുമാനങ്ങൾ, പദവികൾ ഒക്കെ വന്നു ചേരാനും കേതുവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ മനസ്സിൽ ചെറിയ ഒരു ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന അസ്വസ്ഥതകൾ വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ചിന്തിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ ശനിയുടെ അഷ്ടമശനി ദോഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു ആശ്വാസവും വന്നു ചേരുന്ന സമയമാണ്. നിലവിലുള്ള എപ്പോഴും മരുന്നിൻ്റെ മേലാണ് ജീവിതം എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരാനും അർഹിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അർഹിച്ചിരുന്ന കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നതായ ഒരു വർഷക്കാലമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അനാവശ്യ ചിലവുകൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് ഇവിടെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലവുകൾ നിയന്ത്രിക്കുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷ്മത വേണം. പക്ഷേ നാളെ മുതലുള്ള സമയം അതീവ സൂക്ഷ്മത അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്. അതായത് വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഒന്നും വരികയില്ല. മറികടക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. വിദേശയാത്രയ്ക്ക് വളരെ അനുകൂലമായ സമയമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ പ്രഭാവം കൂടി ഉള്ളതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു വലിയ ലാഭമൊക്കെ, കോൺട്രാക്റ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും ഒരു വർഷവുമായിരിക്കും നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശി. തുലാം രാശിക്കാർക്ക് ലാഭസ്ഥാനത്തൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെ കടന്നു പോകുന്നതും സർവകാര്യ വിജയമായിട്ട് ഭവിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലൊക്കെ ലഭിക്കാനും അല്ലെങ്കിൽ തൊഴിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുകൂലമായ സമയം വരാനും, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ സാമ്പത്തികമായി വലിയൊരു ലാഭം കൈവരിക്കാനൊക്കെ സാധിക്കും. സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പൂർണ്ണ ഒരു പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ ചില പ്രണയബന്ധങ്ങളൊക്കെ വന്നു ചേരാനും ആ പ്രണയം ആഗ്രഹിക്കുന്നത് പോലെ സഫലീകൃതമാകാനൊക്കെ സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് നാളെ മുതൽ ആരംഭമാകുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശി. വൃശ്ചികം രാശിയുടെ കാര്യം പറയുമ്പോൾ 10-ാം ഭാവത്തിലെ സൂര്യൻ തൊഴിൽപരമായി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമെന്നതാണ് പറയേണ്ടത്. അപ്പോൾ ഉന്നത സ്ഥാനമാനാദി ലബ്ധിയാണ് ഇവിടെ കാണുന്നത്. കർമ്മമേഖലയിൽ വലിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്ന സമയം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ല പ്രശംസ, അംഗീകാരങ്ങളൊക്കെ വന്നു ചേരും. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്. ഇനി ഒട്ടും ചിന്തിച്ചിരിക്കേണ്ട അനുകൂലമായൊരു വർഷമാണ്. ശനിയുടെ 5-ാം ഭാവത്തിലെ സഞ്ചാരം കുട്ടികളുടെ കാര്യങ്ങളുമായി ഓർത്ത് അല്പം ആശങ്കകളൊക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ എത്തിക്കുക എന്നതൊഴിച്ചാൽ വളരെയേറെ ഭാഗ്യദായകമായ ഒരു വർഷക്കാലം തന്നെയാണ് നാളെ മുതൽ ആരംഭം കുറിക്കുന്നത്.
മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 9ാം ഭാവത്തിലെ സൂര്യൻ്റെ സഞ്ചാരമാണ് ഭാഗ്യാനുഭവങ്ങളായിരിക്കും വർധനവായിട്ട് വരുന്നത്. പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിന് തുല്യരായ ആളുകളുണ്ടല്ലോ, അവരിൽ നിന്നുമൊക്കെ വലിയൊരു സഹായങ്ങൾ വന്നു ചേരും. പണം മാത്രമായിട്ടൊരു സഹായം എന്നല്ല, അവരുടെ ചില നല്ല വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു കെയറിങ് ഒക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. തീർത്ഥാടന യാത്രകൾ കൊണ്ട് പുണ്യമുണ്ടാകും. തീർത്ഥാടന യാത്ര ഒരുപാട് നടത്താൻ യോഗമുണ്ടാകുന്ന ഒരു വർഷമാണ്. ഉന്നത വിദ്യയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെയധികം അനുകൂലമായ ഒരു സമയമാണ്. കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കുന്ന നല്ല സമാധാനം, മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷവും സമാധാനം തോന്നുന്ന ഒരു വർഷമായിരിക്കും നാളെ മുതൽ ആരംഭമാകുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശി. സൂര്യൻ 8ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ മുൻപത്തേക്കാൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരൊക്കെ മരുന്നുകളും ഭക്ഷണവും കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതായത് ശനിയുടെ 7ര ശനി ദോഷം അവസാന ഘട്ടത്തിലാണ് നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു 7ാം ഭാവത്തിൽ ദൃഷ്ടിയുള്ളതിനാൽ തന്നെ പ്രതിസന്ധികളിലൊന്നും വീണു പോകാതെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നിങ്ങൾക്ക് തുണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. അതുകൊണ്ട് വേറെ വിഷമങ്ങളൊന്നും വേണ്ട. കൃത്യമായി മരുന്നൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. മരുന്ന് കഴിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ഒരു അലംഭാവവും കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭം രാശി. 7ാം ഭാവത്തിലാണ് സൂര്യൻ. അപ്പോൾ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് അതായത് പ്രത്യേകിച്ച് അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും ആരെയും പറയുകയല്ല. എന്നാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മിതത്വം പാലിച്ച് ശ്രമിക്കാൻ, അതായത് ഒന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് അങ്ങ് ടെൻഷൻ വരും. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു മിതത്വം പാലിച്ച് വാക്കുകളൊക്കെ ഒന്ന് മിതമായിട്ട് സംസാരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങളെ വലിയ രീതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കാതിരിക്കുക. അതായത് മിതത്വം പാലിച്ച് മുന്നോട്ടൊന്ന് പോവുക. അതായത് രാഹു നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യ ചിന്തകൾ മനസ്സിൽ കയറാനൊരു സാധ്യതയുണ്ട്. ആ ചിന്തകൾ ചിലപ്പോൾ പങ്കാളിയുമായിട്ടുള്ള സംസാര വിഷയങ്ങളിലേക്ക് എത്താനൊരു സാധ്യതയുണ്ട്. എപ്പോഴും പറയുന്നു സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലാതെ അടിച്ചിരുത്തി സാധ്യത എന്നല്ല പറയുന്നത്. ആ ഉള്ള സാധ്യതയെ കുറയ്ക്കുക എന്നതാണ് നമ്മൾ മാനുഷികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ബിസിനസ് ആണെങ്കിലും ഏത് ബിസിനസ്, ഒരു പങ്കാളിയുമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി മുന്നോട്ട് പോവുക. അവിടെയും തർക്കങ്ങളിലൊന്നും പെടാതിരിക്കുക. വർഷത്തിൻ്റെ ഒരു പകുതിയോട് കൂടിയായിരിക്കും സാമ്പത്തികമായ ഒരു മെച്ചം വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളാൽ തെറ്റുകൾ ഉണ്ടാകാതിരിക്കുക. ഈ ഒരു വർഷക്കാലം വളരെ നല്ല സമയമാണെങ്കിൽ ഒരു പകുതിയോട് കൂടിയായിരിക്കും സാമ്പത്തികമായി നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഉയർച്ചയെത്തുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കഴിവതും ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. വാക്കുകൾ നമുക്ക് വില്ലനായി വരാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പങ്കാളിയുമായിട്ട് ചെറിയ ഒരു പ്രയാസം, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ചെറിയ ചെറിയ വാക്കുകൾ മതി അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതിന് വഴിയൊരുക്കും. അതുകൊണ്ട് നമ്മളായിട്ട്, അതായത് നിങ്ങൾ തന്നെ, കുംഭം രാശിക്കാരായ നിങ്ങൾ നിമിത്തം ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഒരു വർഷക്കാലം അല്പമൊന്നും മിതത്വം പാലിച്ച് ദേഷ്യങ്ങളിലേക്ക് പോകരുത് എന്നല്ല, ഓവർ ദേഷ്യത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശി. മീനം രാശിക്കാർക്ക് 6ാം ഭാവത്തിലെ സൂര്യൻ ശത്രുനാശവും രോഗമുക്തിയൊക്കെ തരുന്നതാണ്. കൂടാതെ കോടതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള വിധിക്ക് വേണ്ടി കാത്തിരുന്ന് ഇത്രയും നാൾ അനുകൂലമായി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലും മനസ്സ് വിഷമിക്കേണ്ട. ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ വിധി അനുകൂലമാകും. എന്നാൽ ഇവിടെ ശനി നിങ്ങളുടെ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിനാൽ ജന്മശനിയുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരും എന്നതും പറയാതിരിക്കാൻ സാധ്യമാവുകയില്ല. കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു വർഷക്കാലമുണ്ട്. അതായത് അല്പം എഫേർട്ട് കൂടുതലായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടി വരും. പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു രീതിയിലുമുള്ള ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുകയോ മരുന്ന് കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തും എങ്ങനെയും നമുക്ക് നേരിടാൻ സാധിക്കും. ആരോഗ്യം ഇല്ലെങ്കിലോ മറ്റൊരാളുടെ സഹായം എത്രയെന്നും പറഞ്ഞാൽ ഒരാളുടെ സഹായം തേടുന്നത്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ, മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഈ ഒരു പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് സൂചനകൾ മാത്രമാണ് നൽകുന്നത്, സൂചനകളാണ് നൽകുന്നത്. ആ സൂചനകൾ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. അതുകൊണ്ടാണ് പറയുന്നത് ആ സൂചനകളിൽ മാത്രം ഊന്നിയിരിക്കുകയല്ല, ഇങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഒരു മുൻകരുതൽ എന്നോണം
നമ്മളായിട്ട് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ജന്മശനിയും അഷ്ടമശനിയൊക്കെ ഉള്ള രാശിക്കാർ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ചിങ്ങം 1 പുണ്യദിനത്തിൽ രാവിലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിലോ വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിലോ ഒന്ന് ദർശനം നടത്തി വഴിപാടുകൾ പേരുന്നാളും പറഞ്ഞ് കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. ദോഷമുള്ള രാശിക്കാർ ശനിയാഴ്ചകൾ ശനി ഭഗവാനെ പ്രാർത്ഥിച്ച് എള്ളുതിരി കത്തിക്കുന്നതും ഉത്തമമാണ്. അതേപോലെ ദിവസവും ഏറ്റവും നല്ല ഒരു പ്രൊട്ടക്ഷനായിട്ട് പറയാനുള്ളത് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, സൂര്യപ്രീതി വരുത്തുക, ഇതൊക്കെ ഗ്രഹദോഷ ശാന്തിക്ക് ഏറ്റവും ഉത്തമമാണ്. നമ്മൾ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഭഗവാൻ സൂര്യനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അന്നേ ദിവസം നമ്മളിലേക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ഭഗവാൻ സൂര്യൻ നമ്മളിൽ നിന്ന് തട്ടി മാറ്റുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ വരുന്ന കൊല്ലവർഷം 1202 നാളെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷകരമായൊരു ജീവിതവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.